Hello my dear champions, welcome to Vedantu's Malayalam channel. ഒരിക്കൽ കൂടെ Vedantu Malayalam ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. Okay, ഇന്ന് വളരെയധികം സ്പെഷ്യൽ ദിവസമാണ് my dear students. ഇന്ന് ബേസിക്കലി നിങ്ങളുടെ ദിവാലിക്ക് മുമ്പുള്ള എൻ്റെ ലാസ്റ്റ് കെമിസ്ട്രി ക്ലാസ് ആണ്. ദിവാലി കഴിഞ്ഞിട്ടും ക്ലാസ് ഉണ്ടാവും ട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, സെലിബ്രേറ്റ് ചെയ്യുന്നറിയാം, എല്ലാവരും പടക്കമൊക്കെ മേടിച്ച് നല്ല പൊട്ടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, ദീപങ്ങളൊക്കെ മേടിച്ച് കത്തിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫെസ്റ്റിവൽ. എന്താണ് ദിവാലി എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദർസ് എ റീസൺ ഫോർ ദാറ്റ്. ഇപ്പോൾ ഓണം എന്തിനാണെന്നറിയാം, ദിവാലി എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അറിയുന്നവർ താഴത്ത് കമൻറ്റ് ബോക്സിൽ അടിക്കാം. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, സെലിബ്രേറ്റ് റെസ്പോൺസിബിളി മൈ ഡിയർ സ്റ്റുഡൻസ്. പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊട്ടിക്കുക മക്കളെ. ഓക്കെ, ഫൈൻ, കൂൾ. അപ്പൊ പുതിയ മക്കൾക്ക് വേണ്ടി ഇപ്പോഴും പോലെ പുതിയ മക്കൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. എൻ്റെ പേര് സുദർശൻ. നാട്ടിൽ കൊച്ചിയിലാണ്. വേദാന്തുവിൻ്റെ കെമിസ്ട്രി മാസ്റ്റർ ടീച്ചറാണ്. പഠിച്ചതൊക്കെ ബിച്ച്പിലാനിയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ എൻ്റെ ചരിത്രം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ പുതിയ മക്കൾ കാണുന്നുണ്ടെങ്കിൽ വെരി വെരി വോം വെൽക്കം, ഒരു വലിയ ഹഗ് തരുന്നു എല്ലാ മക്കൾക്കും, പുതിയ മക്കൾക്ക് സ്പെഷ്യലി. ബിക്കോസ് യു ഗൈസ് ആർ ജോയിനിങ് ദ ഫാമിലി. കൂടുതൽ അറിയാനായിട്ട്, എന്നെ കുറിച്ച് മാത്രമല്ല വേദാന്തുവിലെ എല്ലാ ടീച്ചേഴ്സിനെയും കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മുമ്പത്തെ വീഡിയോസ് കാണുക. പിന്നെ മുമ്പത്തെ വീഡിയോസ് കാണുമ്പോൾ ഇൻട്രൊഡക്ടറി വീഡിയോസ് മാത്രമല്ല, ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും, അത് എൻ്റെ ക്ലാസ് മാത്രമല്ല എല്ലാവരുടെയും ക്ലാസ് കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെയധികം ഇൻറ്റൻസ്, വളരെയധികം ടു ദ കോർ ആണ് നമ്മൾ കണ്ടന്റ് ഇവിടെ തരുന്നത്. ഓക്കെ, സോ പ്ലീസ് ഡു വാച്ച് ദ വീഡിയോസ്. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷനെ വളരെയധികം അത് സ്വാധീനിക്കും, വളരെയധികം ഹെൽപ്പ് ചെയ്യും മൈ ഡിയർ സ്റ്റുഡൻസ്. ട്രസ്റ്റ് മീ ഓൺ ദാറ്റ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അപ്പൊ നമുക്കിന്ന് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കണ്ടേ. എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൻറീസ് ലോ ഡിസ്കസ് ചെയ്തു അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? ഹെൻറീസ് ലോ ഡിസ്കസ് ചെയ്തു, ഗ്യാസ് ഇൻ ലിക്വിഡ്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേപ്പർ പ്രഷർ ആൻഡ് റൗൾട്ട്സ് ലോ. To be frank, one of the most important topics in this chapter. One of the most important topics in this chapter ആണ് ഇത് രണ്ടും. പക്ഷെ വളരെ എളുപ്പമാണ് കേട്ടോ, ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെയധികം എളുപ്പമാണ്. ഞാൻ വളരെയധികം എളുപ്പമായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അതിനു മുമ്പ് ചെറിയൊരു പണി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. എല്ലായ്പ്പോഴും പോലെ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. ബിക്കോസ് വി ഫാമിലി മൈ ഡിയർ സ്റ്റുഡൻസ്, വി ആർ ഫാമിലി. അപ്പോൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ തന്നെ നോക്കണം. സോ പ്ലീസ് ഡു സപ്പോർട്ട് us. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദിസ് ചാനൽ. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എ വെരി 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 വോം വെൽക്കം ആൻഡ് ഹാപ്പി ദിവാലി ഇൻ അഡ്വാൻസ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ആൻഡ് റൗൾട്ട്സ് ലോ. വേപ്പർ പ്രഷർ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. എന്താണ് വേപ്പർ പ്രഷർ? അത് കഴിഞ്ഞിട്ട് റൗൾട്ട്സ് ലോയിലേക്ക് കിടക്കും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വേപ്പർ പ്രഷർ. ഈ വേപ്പർ പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് what is a volatile liquid. You need to understand what is a volatile liquid. നിങ്ങൾ ഈ വാക്ക് കുറെ കേട്ടിട്ടുണ്ടാവും, വോളറ്റിലിറ്റി അല്ലെങ്കിൽ വോളറ്റൈൽ ലിക്വിഡ്സ്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെട്രോൾ ഭയങ്കര വോളറ്റൈൽ ആണ്. എന്താണ് ഈ വോളറ്റൈൽ ലിക്വിഡ്? എന്താണ് ഈ ടേമിൻ്റെ അർത്ഥം? വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. A liquid that vaporizes. A liquid that vaporizes is called as a volatile liquid. Vaporizes ന്റെ അർത്ഥം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? Any liquid that evaporates. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ഇവാപ്പറേഷൻ എന്താണ്? കുറച്ച് പേർക്ക് അറിയാം, സർ ഇവാപ്പറേഷൻ ഇസ് എ സർഫസ് ഫിനോമിന. അപ്പോൾ കുറച്ച് പേര് ചോദിക്കും, evaporation is a surface phenomena. In evaporation ലിക്വിഡ് വേപ്പറിലേക്ക് കൺവേർട്ട് ആകുന്നു. ഓക്കെ സർ, അപ്പോൾ ബോയിലിങ്ങും ഇവാപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ടീച്ചേഴ്സിനോട്?
ബോയിലിങ്ങും ഇവാപ്പറേഷനും രണ്ടിലും ലിക്വിഡ് വേപ്പറിലേക്ക് കൺവേർട്ട് ആവുന്നു. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പോൾ കുറച്ച് പേര് വരും, സാർ ഇവാപ്പറേഷൻ സർഫസ് ഫിനോമിനൻ ആണ്. എന്താണ് ഈ സർഫസ് ഫിനോമിനൻ? വെറുതെ അങ്ങനെ കാണാപ്പാടം പഠിക്കരുത് മക്കളെ, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക. ഞാനിങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതിലൊരു ലിക്വിഡ് നിറച്ചു. ഓക്കെ, ഇതിലൊരു ലിക്വിഡ് നിറച്ചു മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, സോ ദർ ആർ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഓവർ ഹിയർ. ഞാൻ ഈ ലിക്വിഡ് പാർട്ടിക്കിൾസിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്താണ് ഈ രണ്ട് പാർട്ടിക്കിൾസ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഒന്ന് സർഫസ് പാർട്ടിക്കിൾസ് മൈ ഡിയർ സ്റ്റുഡൻസ്, പിന്നൊന്ന് ബൾക്ക് പാർട്ടിക്കിൾസ്. ഒന്ന് സർഫസ് പാർട്ടിക്കിൾസ്, പിന്നൊന്ന് ബൾക്ക് പാർട്ടിക്കിൾസ്. ഓക്കെ, എന്താണ് സാറേ സർഫസ് പാർട്ടിക്കിൾസ്, എന്താണ് സാറേ ബൾക്ക് പാർട്ടിക്കിൾസ്? വളരെ സിമ്പിൾ ആണ്. സർഫസ് ലെവലിൽ കാണുന്ന പാർട്ടിക്കിൾസ് ആണ് സർഫസ് പാർട്ടിക്കിൾസ്. അതായത് വിച്ച് ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദി എക്സ്റ്റേണൽ സറൗണ്ടിങ്സ്. ഓക്കെ, അതായത് ഈ സർഫസ് ലെവലിൽ കാണുന്ന പാർട്ടിക്കിൾസ്, ഇപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സർഫസ് ലെവലിൽ കാണുന്ന പാർട്ടിക്കിൾസ്, ദ പാർട്ടിക്കിൾസ് ഓൺ ദ സർഫസ്, അതായത് ഈ സർഫസിൽ കാണുന്ന പാർട്ടിക്കിൾസ് ആണ് സർഫസ് പാർട്ടിക്കിൾസ് എന്ന് ഞാൻ വിളിക്കുന്നത്. നേരെ മറിച്ച് ഒരു ബൾക്കിൽ കാണുന്ന പാർട്ടിക്കിൾ, ലെറ്റ്സ് സേ ദ ബൾക്ക് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഇൻ ദ ബൾക്ക്, അതായത് താഴെ ആ സർഫസ് പാർട്ടിക്കിൾസിന്റെ താഴെയുള്ള പാർട്ടിക്കിൾസിനെയാണ് ബൾക്ക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്ത് വ്യത്യാസമാണ്? സ്ട്രക്ചറിലാണോ സാറേ? ഇല്ല, സ്ട്രക്ചറിൽ ഒരു വ്യത്യാസവും ഇല്ല. അതായത് ഇഫ് യു ടേക്ക് വാട്ടർ, മേളിൽ കാണുന്നതൊന്നും H2O, താഴത്ത് കാണുന്നതൊന്നും H2O, സർഫസിലും H2O, താഴത്തും H2O. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും എനർജി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും സർ എനർജി ഡിഫറെന്റ് ഉദ്ദേശം എന്താണ്? ലൈക്ക് വാട്ട് ഡസ് ഇറ്റ് മീൻ മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവരും നോക്കുക. ഞാൻ ഇപ്പൊ കുറച്ചും കൂടി ഒരു വലിയ കണ്ടെയ്നറിൽ വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ ഒരു സർഫസ് ലെവൽ പാർട്ടിക്കിൾ എടുക്കുകയാണ്, ഒരു സർഫസിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിനെ that is getting attracted by particles below it. And particles on the side. അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ പാർട്ടിക്കിൾസും അതിനെ അട്രാക്ട് ചെയ്യുന്നു, പിടിച്ചു നിർത്താൻ നോക്കുന്നു, അല്ലേ? എന്നാൽ ഞാൻ ബൾക്കിൽ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു 360 ഡിഗ്രി ഡയറക്ഷനിൽ, അതായത് എല്ലാ സൈഡിൽ നിന്നും, താഴത്തുള്ളത് മാത്രമല്ല എല്ലാ ഡയറക്ഷനിലും പാർട്ടിക്കിൾസ് ഉണ്ട്, ചുറ്റും പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനെ പിടിച്ചു നിർത്തും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് പാർട്ടിക്കിളിലാണ്, സർഫസ് ലെവൽ പാർട്ടിക്കിളിലാണോ ബൾക്ക് ലെവൽ പാർട്ടിക്കിളിലാണോ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഒബ്വിയസ്ലി മൈ ഡിയർ സ്റ്റുഡൻസ്, സർഫസ് പാർട്ടിക്കിൾ ഹാസ് ഹയർ എനർജി. ഹയർ എനർജി എന്ന് വെച്ചാൽ അവന്മാരെ കുറച്ചും കൂടി കുറുമ്പന്മാരായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അവന്മാർക്ക് കുറച്ചും കൂടി മൂവ്മെന്റ് ഫ്രീഡം കൂടും. അതായത് നിങ്ങൾ നോക്കുക, നിങ്ങളെ ഇപ്പൊ ചുറ്റും നിന്നും ആൾക്കാർ പിടിച്ചു നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അനങ്ങാൻ പറ്റില്ല. എന്നാൽ നിങ്ങളുടെ ബാക്കിൽ നിന്ന്, അതായത് നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളെ ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അനങ്ങാൻ പറ്റില്ല. എന്നാൽ വേറൊരു സ്ഥലത്ത് നിങ്ങളെ പകുതി, അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രമേ പിടിച്ചിട്ടുള്ളെങ്കിൽ ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ സർഫസ് പാർട്ടിക്കിൾസ് ഹാവ് ഹയർ എനർജി. കാര്യം എന്താണ്? അവരെ പിടിച്ചു നിർത്തിക്കുന്നത് ഓൺലി പാർട്ടിക്കിൾസ് ബിലോ ഇറ്റ്. ഒരു ബൾക്ക് പാർട്ടിക്കിളിനെ ചുറ്റും നിന്നും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? സോ സർഫസ് പാർട്ടിക്കിൾസ് ഹാവ് മോർ എനർജി. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇതും ഇവാപറേഷനും അല്ലെങ്കിൽ വോളറ്റൈൽ ലിക്വിഡും ആയിട്ട് എന്താണ് കണക്ഷൻ? സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ സർഫസ് പാർട്ടിക്കിൾസിന്റെ എനർജി കൂടുതലായതുകൊണ്ട് എല്ലാവരും നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്, ഈ സർഫസ് പാർട്ടിക്കിൾസിന്റെ എനർജി കൂടുതലായതുകൊണ്ട് ഇവന്മാരിൽ ചിലരെങ്കിലും, ഈ സർഫസ് പാർട്ടിക്കിൾസ് ചിലരെങ്കിലും ഇവന്മാര് ചാടി രക്ഷപ്പെടും. എങ്ങോട്ട്? വേപ്പർ സ്റ്റേറ്റിലേക്ക്. അതായത് ഒന്നാമത് സർഫസ് ലെവലിലെ പാർട്ടിക്കിൾസിന് എനർജി കൂടുതലാണ്. അതിൽ കുറച്ചു പേരുടെ എനർജി ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. എപ്പോ? എല്ലാ ടെമ്പറേച്ചർ എടുത്താലും, at any given temperature there will be some particles. ഒന്നും കൂടി ശ്രദ്ധിച്ചു കേൾക്കുക.
at any given temperature, there will be some particles on the surface which can escape into the vapor state. Which can escape into the vapor state. അതായത് നിങ്ങൾ വെള്ളം എടുക്കുകയാണ്, നിങ്ങൾ വെള്ളം എടുത്ത് ഫ്ലോറിലേക്ക് ഒഴിക്കുകയാണ്, ഏത് റൂം ടെമ്പറേച്ചറിലോ. റൂം ടെമ്പറേച്ചർ വേണ്ട, AC ഇട്ടൊരു റൂമിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം അത് കുറേ നേരം കഴിഞ്ഞാൽ അത് ആവിയായി പോവും. ബോയിലിംഗ് അല്ല അവിടെ നടക്കുന്നത്. അതായത് നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസ് ആ വെള്ളത്തിനെ തിളപ്പിച്ചിട്ടില്ല, എന്നിട്ടും അത് ആവിയായി പോകുന്നു. എന്തുകൊണ്ടാണ്? അതായത് ഏതൊരു ടെമ്പറേച്ചറിലും മൈ ഡിയർ സ്റ്റുഡൻസ് പാർട്ടിക്കിൾസ്, സർഫസ് ലെവൽ പാർട്ടിക്കിൾസിന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. കുറച്ച് പാർട്ടിക്കിൾസിനെങ്കിലും എനർജി കൂടുതലായിരിക്കും എസ്കേപ്പ് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് വൈ ഇവാപറേഷൻ ഹാപ്പൻസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ബോയിലിംഗ് ഹാപ്പൻസ് ഓൺലി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇവാപറേഷൻ എല്ലാ ടെമ്പറേച്ചറിലും നടക്കുന്നു, ബോയിലിംഗ് ഒരൊറ്റ ടെമ്പറേച്ചറിൽ നടക്കുന്നു. കാര്യം ബോയിലിംഗ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ബോയിലിംഗ് എന്ന് പറയുമ്പോൾ മൊത്തം വെള്ളമാണ് വേപ്പറൈസ് ആയി പോകുന്നത് അറ്റ് എ സ്ട്രെച്ച്, അല്ലെങ്കിൽ അറ്റ് എ ഗോ, ഇൻ വൺ ഗോ. അതായത് ഈ ബൾക്ക് പാർട്ടിക്കിൾസും സർഫസ് പാർട്ടിക്കിൾസും എല്ലാം ഒരുമിച്ച് മേളിലേക്ക് പോകണം. അതിന്റെ കണ്ടീഷൻസ് നിങ്ങൾ പഠിക്കും, ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ പഠിക്കും. യെസ് ഓ നോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ബോയിലിംഗ് നടക്കാൻ പോകുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ ബൾക്ക് പാർട്ടിക്കിൾസിന്റെയും സർഫസ് പാർട്ടിക്കിൾസിന്റെയും എല്ലാത്തിന്റെയും എനർജി വളരെ കൂടുതലാണ്. അവന്മാർ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കെ ബ്രേക്ക് ചെയ്ത്, ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നേരെ വേപ്പറൈസ് ആവും. നേരെ മറിച്ച് ഇവാപറേഷൻ നടക്കാനായിട്ട് അങ്ങനെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണമെന്നില്ല, എല്ലാ ടെമ്പറേച്ചറിലും നടക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം എന്താണ്? സർഫസ് ലെവൽ പാർട്ടിക്കിൾസിന്റെ എനർജി കൂടുതലാണ്. ആ സർഫസ് ലെവൽ പാർട്ടിക്കിൾസിന്റെ കുറച്ചെങ്കിലും എനർജി വളരെ കൂടുതലായിരിക്കും. ദേ വിൽ എസ്കേപ്പ് ഇൻ ടു ദ വേപ്പർ സ്റ്റേറ്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ ഇവിടെയാണ് ഈ വോളറ്റൈൽ ലിക്വിഡിന്റെ പ്രാധാന്യം വരുന്നത്. സോ വാട്ട് ഈസ് എ വോളറ്റൈൽ ലിക്വിഡ്? എ ലിക്വിഡ് ദാറ്റ് വേപ്പറൈസസ്. എ ലിക്വിഡ് ദാറ്റ് വേപ്പറൈസസ് അറ്റ് എനി ഗിവൺ ടെമ്പറേച്ചർ. ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അറ്റ് എനി ഗിവൺ ടെമ്പറേച്ചർ. അറ്റ് എനി ഗിവൺ ടെമ്പറേച്ചർ. അതായത് വോളറ്റിലിറ്റി കൂടുതലാണെങ്കിൽ ഇവാപറേഷൻ കൂടും, വോളറ്റിലിറ്റി കുറവാണെങ്കിൽ ഇവാപറേഷൻ കുറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും പെട്രോൾ പമ്പിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ലൈറ്റർ കത്തിക്കാനോ അല്ലെങ്കിൽ തീ കൊണ്ടോ ഒന്നും ചെയ്യാൻ നിൽക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? പെട്രോളിന്റെ ടാങ്ക് അടിയിലല്ലേ, ആ പെട്രോൾ പമ്പിന്റെ ടാങ്ക് അടിയിലല്ലേ, ഭൂമിയുടെ അടിയിലല്ലേ. എന്നിട്ട് നമ്മൾ പറയും കാര്യം എന്താ? പെട്രോൾ ഇസ് എ ലിക്വിഡ് ദാറ്റ് വേപ്പറൈസസ് വെരി ഈസിലി. പെട്രോൾ വേപ്പറൈസസ് വെരി ഈസിലി. വോളറ്റൈലാണ്, ഹൈലി വോളറ്റൈൽ ലിക്വിഡാ. അതിന്റെ പ്രസൻസ് ചിലപ്പോൾ എയറിൽ ഉണ്ടാവും, നിങ്ങൾ അറിയണ്ടാവില്ല. അതായത് കുറേ വേപ്പർ പാർട്ടിക്കിൾസ്, പെട്രോളിന്റെ വേപ്പർ പാർട്ടിക്കിൾസ് എയറിൽ ഉണ്ടാവും, നിങ്ങൾ അറിയണ്ടാവില്ല. നിങ്ങൾ പെട്ടെന്ന് ഇത് കത്തിക്കുമ്പോൾ മൊത്തത്തിൽ കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യെസ്. നേരെ മറിച്ച് വെള്ളം അത്രയ്ക്ക് വോളറ്റൈൽ അല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ്? ഐ ടെൽ യു ദാറ്റ് ലേറ്റർ. വെള്ളം അത്രയ്ക്ക് വോളറ്റൈൽ അല്ല. പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെള്ളവും വോളറ്റൈലാണ്, പക്ഷെ അത്രയ്ക്ക് വോളറ്റൈൽ അല്ല. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് വോളറ്റിലിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു വേപ്പറൈസ് അറ്റ് എനി ഗിവൺ ടെമ്പറേച്ചർ. വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇവാപറേഷൻ at any given temperature. Evaporation എന്താണ്? ഒരു സർഫസ് ഫിനോമിനൻ. എന്തുകൊണ്ടാണ് അതിനെ ഒരു സർഫസ് ഫിനോമിനൻ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് സർഫസ് പാർട്ടിക്കിൾസ് ആർ ഇൻവോൾവ് ഇൻ ഇറ്റ്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് സർഫസ് പാർട്ടിക്കിൾസ്? അതിന്റെ എനർജി ഹയർ ആണ്. എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ബൾക്ക് പാർട്ടിക്കിൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് വേപ്പർ പ്രഷർ. വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടേം ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസിയാണ്. ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മളിപ്പോ ഒരു കണ്ടെയ്നർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. ലെറ്റ് അസ് സേ ഒരു ക്ലോസ് കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ക്ലോസ് കണ്ടെയ്നർ. സോ ഈ കണ്ടെയ്നർ ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനതിൽ ഒരു ലിക്വിഡ് നിറച്ചു. ഓക്കെ, ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒബ്വിയസ്ലി മൈ ഡിയർ സ്റ്റുഡൻസ്, എന്ത് പറ്റും കുറച്ച് കഴിഞ്ഞാൽ? യു നോ ദാറ്റ് ലിക്വിഡ്സ് ഹാവ് ദ ടെൻഡൻസി ടു വേപ്പറൈസ്. ലിക്വിഡ്സ് വേപ്പറിലേക്ക് കൺവേർട്ട് ആവും അല്ലേ? യെസ് ഓർ നോ? ആ കൺവേർട്ട് ആവുന്ന the easiness with which it converts into a vapor, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് വേപ്പറിലേക്ക് കൺവേർട്ട് ആവണമെന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ ലിക്വിഡ്. പെട്രോൾ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. വാട്ടർ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷെ
എല്ലാ ലിക്വിഡിനും ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ് അല്ലേ? അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതില് ഈ ലിക്വിഡ് പാർട്ടിക്കിൾസിൽ ഈ സർഫസ് പാർട്ടിക്കിൾസ് നേരത്തെ പറഞ്ഞ പോലെ സർഫസ് പാർട്ടിക്കിൾസ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു ദ വേപ്പർ. അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവാപ്പറേഷൻ നടക്കും. എന്താണ് നടക്കുന്ന മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവാപ്പറേഷൻ നടക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ എന്താണ് നടക്കുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവാപ്പറേഷൻ നടക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവാപ്പറേഷൻ നടക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. One second. Evaporation നടക്കുന്നു my dear students. Yes or no my dear champions? Fine. പക്ഷെ at the same time അതായത് ഈ വേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത പാർട്ടിക്കിൾസ് ഡോണ്ട് യു തിങ്ക് ദാറ്റ് അവരിൽ കുറച്ച് പേരെങ്കിലും തിരിച്ച് ഈ സർഫസ് പാർട്ടിക്കിൾസ് ഈ ലിക്വിഡിലേക്ക് ടച്ച് ചെയ്തിട്ട് ഇവന്മാരെല്ലാവരും നല്ല കുസൃതി പയ്യന്മാരാണ്. ഈ വേപ്പറിലുള്ള പാർട്ടിക്കിൾസ് ദേ വുഡ് കം ഇൻ കോൺടാക്ട് വിത്ത് ലിക്വിഡ് അഗൈൻ. അതായത് ഇതാണ് കേട്ടോ സർഫസ്. ഇതാണ് ബേസിക്കലി ദിസ് ഇസ് ദ ലിക്വിഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഇസ് ദ വേപ്പർ. ഈ വേപ്പർ പാർട്ടിക്കിൾസിൽ കുറച്ചുണ്ടെങ്കിലും തിരിച്ച് ഈ സർഫസിൽ ടച്ച് ചെയ്ത് അതായത് ലിക്വിഡ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ദേ വിൽ കണ്ടൻസ് ബാക്ക്. അവരുടെ എനർജി കുറച്ച് പേരെങ്കിലും അവരുടെ എനർജി നഷ്ടപ്പെട്ട് അവർ ലിക്വിഡിലേക്ക് പോകും. യെസ്, ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടൻസേഷൻ ഇസ് ഓൾസോ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടൻസേഷനും നടക്കുന്നുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. കണ്ടൻസേഷനും നടക്കുന്നുണ്ട്. And there would reach a point, അതായത് ഇവിടെ forward reaction evaporation ആണ്, backward reaction condensation ആണ് my dear students. There will reach a point where rate of evaporation will be equal to rate of condensation. Rate of evaporation is equal to rate of evaporation my dear students will be equal to rate of condensation. അതായത് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും സെയിം ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും സെയിം ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ റേറ്റുകൾ സെയിം ആയിരിക്കുമ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? വി സേ ദാറ്റ് ഇക്വിലിബ്രിയം ഇസ് റീച്ച്ഡ്. Equilibrium is established. അതായത് റേറ്റ് ഓഫ് ഇവാപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും സെയിം ആവുന്ന സ്ഥലത്ത് ഇക്വിലിബ്രിയം സംഭവിക്കുന്നു. ഇക്വിലിബ്രിയത്തിലാവുന്നു. അതായത് ഇപ്പൊ ഞാൻ പറയാണ് റേറ്റ് ഓഫ് ഇവാപ്പറേഷനും റേറ്റ് ഓഫ് കണ്ടൻസേഷനും സെയിം ആയി. ഓക്കെ, ഇവിടെ ലെറ്റ് us say 10⁶ മോളിക്യൂൾസ് ഓഫ് വേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. വെറുതെ 10⁶ മോളിക്യൂൾസ് ഓഫ് വേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ആ 10⁶ ആയിട്ട് തന്നെ നിൽക്കും. എന്തുകൊണ്ടാണ്? ഇവിടേക്ക് ഇപ്പൊ 1000 മോളിക്യൂൾസ് ഒരു സെക്കൻഡിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ലിക്വിഡ് ടു വേപ്പറിലേക്ക് 1000 മോളിക്യൂൾസ് ഒരു സെക്കൻഡിൽ വരുന്നുണ്ടെങ്കിൽ വേപ്പർ ടു ലിക്വിഡിലേക്ക് 1000 മോളിക്യൂൾസ് കൺവേർട്ട് ആവുന്നത് ഒരു സെക്കൻഡിൽ. അതായത് ഒന്നും നടക്കുന്നില്ല, ലിറ്ററലി ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നും. അതായത് 1000 മോളിക്യൂൾസ് ഇങ്ങോട്ട് കയറുന്നു, പക്ഷെ 1000 മോളിക്യൂൾസ് താഴത്തോട്ട് ഇറങ്ങുന്നു. സോ ലിറ്ററലി 10⁶ ആയിട്ട് തന്നെ ഇരിക്കും 10⁶ മോളിക്യൂൾസ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡന്റ്? ദാറ്റ് ഈസ് വേർ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? സപ്പോസ് എ ഇസ് എ ലിക്വിഡ് എന്ന് വിചാരിക്കുക. സോ ക്യാൻ വി റൈറ്റ് എ ഇൻ ഇറ്റ്സ് ലിക്വിഡ് ഫേസ് is in equilibrium with A in its gaseous state. Yes or no my dear students? A in its liquid state is in equilibrium with A is in gaseous state. അതായത് basically vapor state. Basically ഇവിടെ ഒരു equilibrium establish ആയി. ഈ equilibrium establish ആവുമ്പോൾ don't you think that this vapor, അതായത് ഈ vapor particles my dear students, they will exert a pressure. There is a pressure that is exerted by these vapor particles. Obviously gas അല്ലെങ്കിൽ vapor particles definitely exert pressure. Liquid pressure exert ചെയ്യുന്നില്ല. Vapor particles are very naughty. അമാരെ walls of the container പോയി ഇടിച്ച് pressure exert ചെയ്യും. That pressure exerted by the vapor particles
at equilibrium is called as vapor pressure. The pressure exerted by the vapor particles on the walls of the container and on the surface. Okay. ഈ പ്രഷർ താഴ്ത്തോട്ടും ഉണ്ട്, സൈഡിലേക്കും ഉണ്ട്, മേളിലേക്കും ഉണ്ട്. That pressure exerted by the vapor particles of the same liquid at equilibrium. At equilibrium വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണ്? ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഈ വേപ്പർ പ്രഷർ കോൺസ്റ്റന്റ് ആവുള്ളൂ. ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രഷർ, വേപ്പർ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും ആ ടെമ്പറേച്ചറിൽ, പിന്നെ മാറുന്നില്ല. കാര്യം എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസിന് ചേഞ്ച് വരുന്നില്ല, മൈ ഡിയർ സ്റ്റുഡൻസ്. സോ വേപ്പർ പ്രഷർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് വിൽ ബി ഫിക്സഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. Yes or no, my dear students? So, എല്ലാവരും നോക്കുക my dear students. Vapor pressure definition എന്ന് പറഞ്ഞാൽ at a constant temperature, the pressure exerted by the vapors of a liquid on its surface when they എന്ന് ഉദ്ദേശിക്കുന്നത് liquid and its vapors are in equilibrium is known as vapor pressure. Guys, ഇതും ഹെൻറീസ് ലോയും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഹെൻറീസ് ലോയിൽ നിങ്ങൾ മനസ്സിലാക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്, ഹെൻറീസ് ലോയിൽ നമ്മളൊരു ലിക്വിഡ് എടുത്തു. ഹെൻറീസ് ലോയിലെ ഡിഫറൻസ് എന്താണ്? ഹെൻറീസ് ലോയിൽ നമ്മളൊരു ലിക്വിഡ് എടുത്തു, എന്നിട്ട് അതിൽ വേറൊരു ഗ്യാസ് ആണ് നിറയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ വെള്ളം എടുത്തു, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചു. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആണ് ഈ സോലിബിലിറ്റിനെ അഫക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സോലിബിലിറ്റിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സെയിം ലിക്വിഡ് എടുത്തു, ഫോർ എക്സാമ്പിൾ ഇവിടെ വെള്ളം എടുത്തു, ആ വെള്ളം തന്നെ വേപ്പറൈസ് ആയി. ഇവിടെയും വെള്ളം തന്നെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അണ്ടർസ്റ്റാൻഡ് ദ ബിഗ് ഡിഫറൻസ്. ഇവിടെ ഹെൻറീസ് ലോയിൽ നമ്മളിവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, എന്നിട്ട് അത് വെച്ചിട്ട് സോലിബിലിറ്റിനെ മെഷർ ചെയ്യുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്, അതിന്റെ പാർഷ്യൽ പ്രഷർ വെച്ചിട്ട്. പക്ഷെ ഇവിടെ വെള്ളം, ദ സെയിം ലിക്വിഡ് ഗെറ്റിംഗ് വേപ്പറൈസ്ഡ് ഓവർ ദാറ്റ്. അണ്ടർസ്റ്റാൻഡ് ദ ബിഗ് ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? So vapor pressure is the pressure exerted by the vapors of the same liquid at equilibrium at a given temperature, my dear students. Get it, my dear students? Fine. ഇനി നമുക്ക് നോക്കാം, what are the factors affecting, അതായത് വേപ്പർ പ്രഷറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. Factors affecting vapor pressure. My dear students. First, vapor pressure is inversely proportional to IMFOA. IMFOA എന്താണ് my dear students? Intermolecular force of attraction. Intermolecular force of attraction of the liquid. ഇതിന്റെ അർത്ഥം എന്താണ് my dear students? ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാം. അതായത് ഞാൻ രണ്ട് ലിക്വിഡ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, there is a liquid A, there is a liquid B. There is a liquid A and there is a liquid B, my dear students. Okay. ഈ liquid A യുടെ, let us say that intermolecular force of attraction of A is greater than intermolecular force of attraction of B. അതായത് എയും എയും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്, ബിയും ബിയും തമ്മിലുള്ളത് നോക്കുമ്പോൾ. Obviously, ഈ attractions ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ don't you think that it'll be very difficult for this guy, it'll be harder for this guy to vaporize ആവാനായിട്ട് പാടായിരിക്കും. കാര്യം വേപ്പറൈസ് ആവണമെങ്കിൽ എന്താണ്? ലിക്വിഡിൽ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒന്ന് കുറയണം. ലിക്വിഡും തമ്മിലുള്ള ഇന്ററാക്ഷൻ പൊട്ടിയാലേ വേപ്പറിലേക്ക് കൺവേർട്ട് ആവാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ don't you think that evaporation will be lesser, my dear students? Yes or no, my dear students? അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ intermolecular force of attraction of A is greater. അതായത് volatility കുറയുന്നു, my dear students. So we can say that vapor pressure of A will be lesser than vapor pressure of B. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. Yes or no?
യെസ് ഓർ അതായത് ഇതിന് വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അതുകൊണ്ട് അപ്പൊ നമുക്ക് വേപ്പർ പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും സെയിം ടെമ്പറേച്ചർ ആണ്. നമ്മൾ ഒരു ടെമ്പറേച്ചറിൽ രണ്ട് ലിക്വിഡിനെ എടുത്തു. ഇപ്പൊ പെട്രോളും വെള്ളവും എടുത്തു. നമുക്കറിയാം പെട്രോൾ കൂടുതൽ വേപ്പറൈസ് ആവും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കുമെന്ന്. അതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കാം, പെട്രോളിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ലെസ് ആണെന്ന്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ലിക്വിഡ് എയും ലിക്വിഡ് ബിയും നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അവർ തന്നിട്ടുണ്ട് പാർഷ്യൽ പ്രഷർ വേപ്പർ പ്രഷർ ഓഫ് എ ഇസ് ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നടത്താൻ പറ്റിയ കൺക്ലൂഷൻസ് എന്താണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ബി. അല്ലെങ്കിൽ ചിലപ്പോൾ അവന്മാർ ഇത് തരും, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ബി. എന്നിട്ട് അവന്മാർ വേപ്പർ പ്രഷറിനെ കുറിച്ച് ചോദിക്കും. വേപ്പർ പ്രഷർ ഓഫ് എ വിൽ ബി ലെസർ ദാൻ വേപ്പർ പ്രഷർ ഓഫ് ബി. സിമ്പിൾ മൈ ഡിയർ സ്റ്റുഡൻസ്. ഫൈൻ, ഗോട്ട് ഇറ്റ്. ഇപ്പൊ ഞാൻ മെർക്യൂറി എടുക്കുകയാണ്. മെർക്യൂറി ആക്ച്വലി ലിക്വിഡ് ടെമ്പറേച്ചറിലാണ്, ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ്, നോർമൽ ടെമ്പറേച്ചറിൽ അല്ലേ. ഡോണ്ട് യു തിങ്ക് ദാറ്റ് മെർക്യൂറിക്കൊക്കെ വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കും? കാരണം മെർക്യൂറി ഈസ് ആക്ച്വലി എ മെറ്റൽ. അതിന്റെ കാര്യം അത് ലിക്വിഡ് ആണെങ്കിലും അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അതിന് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. യെസ് ഓ നോ? വളരെ കൂടുതലാണ്. അത് ലിക്വിഡ് ആണ്, പക്ഷെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ അത്രയും കുറവായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? വേപ്പർ പ്രഷർ, does it depend on the container in which it is filled? Does it depend on the container in which it is filled? എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. വേപ്പർ pressure of a liquid, vapor pressure of a liquid does not depend on size or shape of container. Size or shape of container. Size or shape of container. അതായത് ആ ലിക്വിഡ് നിറച്ചു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ സൈസിനെയോ ഷേപ്പിനെയോ അനുസരിച്ച് വേപ്പർ പ്രഷർ മാറുന്നില്ല. ഓക്കെ, വേപ്പർ പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ കണ്ടെയ്നർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. കേട്ടോ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതായത് ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു കണ്ടെയ്നർ എടുത്തു, അതിൽ വെള്ളം നിറച്ചു. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെറിയൊരു കണ്ടെയ്നർ എടുത്തു, അതിലും വെള്ളം നിറച്ചു. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അതല്ല, ഞാൻ വേറൊരു കണ്ടെയ്നർ എടുത്തു, ഒരു കുടം എടുത്തു, അതിലും വെള്ളം നിറച്ചു മൈ ഡിയർ സ്റ്റുഡൻസ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ വിൽ ബി ദ സെയിം. ഇതിന്റെ മൂന്നിന്റെയും ടെമ്പറേച്ചർ T ആണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, വേപ്പർ പ്രഷർ വിൽ ബി ദ സെയിം ഇൻ ഓൾ ഓഫ് ദിസ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓർ ദ ഷേപ്പ്. ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഈ മൂന്നിലും വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ സെയിം ആയിരിക്കും. ലിക്വിഡ് സെയിം ആണ്. ഞാൻ സെയിം ലിക്വിഡിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സെയിം ലിക്വിഡിന്റെ കാര്യമാണ് പറയുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ലിക്വിഡ് സെയിം ആണെങ്കിൽ, ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ, വേപ്പർ പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിലാണ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്, വേപ്പർ പ്രഷർ of a liquid depends only on temperature. അതായത് ടെമ്പറേച്ചറിന് മാത്രമേ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും, സാർ ഈ എഴുതിക്കണം എന്താണ്? വേപ്പർ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഗായ്സ്, അത് നമ്മൾ രണ്ട് ലിക്വിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ലിക്വിഡ് വെള്ളവും പെട്രോളും കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേറെയാണ്. പക്ഷെ ഒരു സെയിം ലിക്വിഡ് എടുക്കുകയാണ്, സെയിം ലിക്വിഡ്, ഇപ്പൊ വെള്ളം മാത്രം എടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ എങ്ങനെയാ മാറ്റാൻ പറ്റുക? ടെമ്പറേച്ചർ കൊണ്ട് മാത്രം. ഇപ്പൊ പെട്രോൾ മാത്രം എടുക്കുകയാണ്, പെട്രോളിന്റെ വേപ്പർ പ്രഷർ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? ടെമ്പറേച്ചർ കൊണ്ട് മാത്രം. ഒരു പെർട്ടിക്കുലർ ലിക്വിഡിനെ എടുക്കുകയാണ്, ആ പെർട്ടിക്കുലർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ഒരിക്കലും മാറില്ല ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ. ടെമ്പറേച്ചർ മാറുമ്പോഴേ അത് മാറുന്നുള്ളൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ടെമ്പറേച്ചർ മാറുമ്പോഴേ അത് മാറുന്നുള്ളൂ. ഈ കാര്യം നിങ്ങൾ
എന്തായാലും മനസ്സിലാക്കി വെക്കണം my dear students. It is extremely important. Okay my dear students, it is extremely important. ഒരു മിനിറ്റ്. ഓക്കെ ഫൈൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ മാത്രമാണ് ഇതിനെ മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഷേപ്പിന് മാറ്റാൻ പറ്റുന്നില്ല, സൈസിന് മാറ്റാൻ പറ്റുന്നില്ല. ഓൺലി ടെമ്പറേച്ചർ ക്യാൻ ചേഞ്ച് ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡും ടെമ്പറേച്ചറും തമ്മിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടോ? നമ്മൾ ഈ സയൻസ് പറഞ്ഞു കഴിഞ്ഞു. മാത്തമാറ്റിക്കലി എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. ഒരു സെക്കൻഡ്. പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക. There is a simple mathematical equation. Simple എന്ന് ചിലപ്പോൾ കണ്ടാ തോന്നില്ല, എന്നാലും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. that connects vapor pressure with temperature. എല്ലാവരും നോക്കുക. ഒരു മിനിറ്റ്. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. വേപ്പർ പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഫോർ എ പെർട്ടിക്കുലർ ലിക്വിഡ് ഇക്വേഷനെ നമ്മൾ ക്ലാപ്പൈറോൺ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. പേര് കേട്ടിട്ട് പേടിക്കണ്ട മൈ ഡിയർ സ്റ്റുഡൻസ്. ആ ഇക്വേഷൻ ഇസ് ലൈക്ക് ദിസ്: ലോഗരിതം ഓഫ് P2 by P1 is equal to delta H by R into 1 by T1 minus 1 by T2. Logarithm of P2 by P1 is equal to delta H by R into 1 by T1 minus 1 by T2. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതിൽ P2 എന്താണ്, ഇതിൽ P1 എന്താണ്, T1 എന്താണ്, T2 എന്താണ്? മൈ ഡിയർ സ്റ്റുഡൻസ്, T1 എന്ന് പറയുന്നത് at temperature T1, initial temperature my dear students, vapor pressure is equal to P1. At temperature T2 my dear students, vapor pressure is equal to P2. And what is delta H my dear students? Delta H എന്ന് പറയുന്നത് enthalpy ആണ്. Enthalpy change. എന്തിന്റെ enthalpy change my dear students? എന്തിന്റെ enthalpy change ആണ് my dear students? ഇത് നമുക്ക് ഓൾറെഡി അറിയാം. This is actually we are talking about an equilibrium. We are talking about a reaction like this. അതായത് liquid getting converted to vapor. This equation my dear students, this equation നെയാണ് നമ്മൾ ക്ലോഷ്യസ് ക്ലാപ്പൈറോൺ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലോഷ്യസ് ക്ലാപ്പൈറോൺ ഇക്വേഷൻ. ഓക്കെ, ക്ലോഷ്യസ് ക്ലാപ്പൈറോൺ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് മഗപ്പ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇത് നമ്മൾ മുമ്പ് പഠിച്ച ഏതെങ്കിലും ഇക്വേഷൻ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ സാറിന്? എങ്ങനെയെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ? സിമ്പിളായിട്ട്. അതിനു മുമ്പ്, ഞാനിത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വേപ്പർ പ്രഷർ എങ്ങനെ ടെമ്പറേച്ചറിനെ ആസ്പദമാക്കി മാറും എന്നുള്ളത് മനസ്സിലാക്കാം. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇഫ് എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഇഫ് T2 greater than T1, അതായത് ഫൈനൽ ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂട്ടുന്നു എന്ന് വിചാരിക്കുക. ഞാൻ അപ്പുറത്ത് എഴുതാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ തിങ്ക് അത് കുറച്ചും കൂടി വിസിബിൾ ആയിരിക്കും. ടെമ്പറേച്ചർ കൂട്ടുന്നു എന്ന് വിചാരിക്കുക. ഇഫ് T2 greater than T1 my dear students, and delta H is positive. Delta H പോസിറ്റീവിന്റെ അർത്ഥം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഡെൽറ്റ H പോസിറ്റീവിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ ചോദിക്കും സാർ ഇത് എപ്പോഴും എൻഡോതെർമിക് ആയിരിക്കുമോ? അതെ, എപ്പോഴും എൻഡോതെർമിക് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം ഈ ലിക്വിഡ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ഗ്യാസ്, ലിക്വിഡ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു വേപ്പർ ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്.
Yes or no? It's an endothermic reaction. So delta H എപ്പോഴും പോസിറ്റീവ് ആണ് my dear students. Delta H is always positive. Always. Okay, ഇത് മറക്കരുത്. It is always positive. It is always positive for this particular equation. ഈ forward reaction. Liquid getting converted to vapor. Liquid energy എടുത്തിട്ടല്ലേ വേപ്പറിലേക്ക് കൺവേർട്ട് ആവുന്നത്. It's an endothermic reaction. Delta H is positive. അപ്പോൾ T2 greater than T1 എന്നായിരിക്കും. അതായത് ഞാൻ ടെമ്പറേച്ചർ കൂട്ടി എന്ന് വിചാരിക്കാം. So what will happen, my dear students? What will happen, my dear students? 1 by T1 will be greater than 1 by T2. 1 by T1 will be greater than 1 by T2. 1 by T1 will be greater than 1 by T2. Obviously, my dear students, T2 is greater than T1 and 1 by T1 is greater than 1 by T2. So basically what will happen? This term will be positive, my dear students. ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. 1 by T1 minus 1 by T2 പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ചും പോസിറ്റീവ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഡെൽറ്റ എച്ച് എന്തായാലും പോസിറ്റീവ് ആണ്. സോ വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ മൈ ഡിയർ സ്റ്റുഡൻസ്? ലോഗരിതം ഓഫ് P2 by P1 is greater than 0. When logarithm of P2 by P1 is greater than 0, it implies that P2 is greater than P1. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും പ്രാക്ടിക്കലി ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സർ? വളരെ സിമ്പിൾ ആണ്. പ്രാക്ടിക്കലി ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? നമ്മളൊരു കണ്ടെയ്നർ എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, എന്നിട്ട് അതിലൊരു ലിക്വിഡ് നിറച്ചു. അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പാർട്ടിക്കിൾസിന് എനർജി കൂടും. എനർജി കൂടുമ്പോൾ ഇവന്മാർ കൂടുതൽ കുറുമ്പന്മാരാവും. They'll get converted to vapor much more easily, my dear students. They'll get converted to vapor, my dear students. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ, ഇപ്പൊ നമ്മൾ തുണി അലക്കണമെങ്കിൽ നമ്മൾ ചൂടത്ത് കൊണ്ടിടുമ്പോൾ എന്താ പറ്റണം? വേപ്പറൈസേഷൻ കൂടും, വാപ്പറേഷൻ കൂടുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? Yes or no, my dear students? ആ ഇവാപറേഷൻ കൂടുമ്പോൾ, ഇനി ഇതൊരു ക്ലോസ് കണ്ടെയ്നർ ആണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവാപറേഷൻ കൂടുമ്പോൾ വേപ്പർ പാർട്ടിക്കിൾസ് കൂടുന്നു. വേപ്പർ പാർട്ടിക്കിൾസ് കൂടുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ് വേപ്പർ പ്രഷറും കൂടുന്നു. അതാണ് മാത്തമാറ്റിക്കലി നമ്മളിവിടെ കണ്ടത്. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ദ ഫൈനൽ ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പോൾ 1 by T1 is greater than 1 by T2. Yes or no, my dear students? Delta H is positive. It's always positive for this particular reaction. കാര്യം എന്താണ്? It's an endothermic reaction. Forward reaction ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. Liquid to vapor. Endothermic ആണ്. അപ്പോൾ this entire thing is positive. That means logarithm of P2 by P1 is positive. Logarithm of P2 by P1 positive ആണെങ്കിൽ എന്താണ് നടക്കുക my dear students? എന്താണ് നടക്കുക? P2 is greater than P1. Is that clear, my dear champions? മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനി ഞാൻ എൻ്റെ രസകരമായിട്ടുള്ള വേറൊരു കാര്യം പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്, മൈ ഡിയർ സ്റ്റുഡൻസ്. രസകരമായിട്ടുള്ള വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാർ ഈ ഇക്വേഷൻ നേരെ അങ്ങോട്ട് മക്കപ്പ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഗായ്സ്, ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു കണക്ഷൻ തരാൻ പോവാണ്. നിങ്ങളൊന്നും ഊഹിച്ചിട്ടുണ്ടാവില്ല ആ ഒരു കണക്ഷനെ കുറിച്ച്. മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട്. എപ്പോൾ? 11th സ്റ്റാൻഡേർഡിൽ ആക്ച്വലി മൈ ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ലോഗറിതം ഓഫ് K2 by K1 is equal to delta H by R into 1 by T1 minus 1 by T2. ഇത് ഒബ്വിയസ്ലി മൈ ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ആവുന്നു എന്നുള്ളത് പറയുന്ന ഒരു ഇക്വേഷനാണ്. And you know in 11th standard that equilibrium constant just depends on temperature. ആ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോഗറിതം ഓഫ് K2 by K1. K2 എന്നുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T2. K1 എന്നുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T1. ഇത് രണ്ടും നോക്കുമ്പോൾ സാർ ഇത് രണ്ടും സെയിം ആണല്ലോ, എന്തൊരു വ്യത്യാസം? ആകെ പ്രഷർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഗായ്സ്, ആക്ച്വലി നോക്കുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷന്റെ മൈ ഡിയർ സ്റ്റുഡൻസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? Kp എന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് പ്രഷർ ഓഫ് A? നിങ്ങൾ പഠിച്ചല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു ഓഫ് എ gaseous reaction, my dear students, basically partial pressure of the gas
അതായത് basically partial pressure of the gas raised to stoichiometric coefficient divided by whatever is on the reactant side. പക്ഷേ reactant side liquid ആണ്. Reactant side liquid ആണ് my dear students. Reactant side liquid ആണ് my dear students. അതുകൊണ്ട് ഇതിനെ നമുക്ക് യൂണിറ്റി എന്ന് എടുക്കാം. So basically the equilibrium constant of this particular reaction is this. So understand that vapor pressure ultimately ഞാൻ വേറൊരു interesting factor പറഞ്ഞുതരാം. Vapor pressure is actually an equilibrium constant. Is an equilibrium constant. Is an equilibrium constant. Is an equilibrium constant. ഏത് റിയാക്ഷന്റെ equilibrium constant? ഈ റിയാക്ഷന്റെ equilibrium constant. അതായത് liquid to gas റിയാക്ഷന്റെ equilibrium constant ആണ്. So obviously ഇതിന് രണ്ടിനും obviously സെയിം അർത്ഥമാണ് my dear students. അവിടെ നമ്മൾ 11th പഠിച്ചു equilibrium constant logarithm of k2 by k1 is equal to delta h by r into 1 by t1 minus 1 by t2. ഇവിടെ നമ്മൾ വേപ്പർ പ്രഷറിനെ കുറിച്ച് പഠിച്ചു. പക്ഷെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു വേപ്പർ പ്രഷർ ആൻഡ് the equilibrium constant of this reaction is the same. അപ്പോൾ ബേസിക്കലി അത് തന്നെയല്ലേ ഇവിടെ വരുന്നത് my dear students. സിമ്പിൾ ഇതിനെ വേറെ രീതിയിൽ തെർമോഡൈനാമിക്സ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, അത് നിങ്ങൾക്ക് ആവശ്യമില്ല my dear students. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം my dear students. ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം എടുക്കുകയാണെങ്കിൽ, അതായത് ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് വേപ്പർ, liquid in its equilibrium with its vapor my dear students, ഈ forward reaction enthalpy positive ആയിരിക്കും. Yes or no? Vapor pressure related to temperature ന്റെ equation ആണ് ഈ തന്നിരിക്കുന്നത്. And from the mathematics it's very clear that vapor pressure increases with temperature. Vapor pressure increases with temperature my dear students. Yes or no? So vapor pressure increases with temperature. എല്ലാവരും നോക്കുക, നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും vapor pressure increases with temperature. Vapor pressure increases with temperature and decreases with increase in temperature. കുറച്ചും കൂടി വ്യക്തമായിട്ട് എഴുതണമെങ്കിൽ increases with increase in temperature and decreases with decrease in temperature and decreases with decrease in temperature. എങ്ങനെ മനസ്സിലായി? From Cauchy-Clapeyron equation. Cauchy-Clapeyron equation എന്താ? It's not a rocket science. Basically നിങ്ങൾ 11th പഠിച്ച ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിയാക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അതെങ്ങനെ രണ്ടും സെയിം ആയി? കാര്യം എന്താണ്? വേപ്പർ പ്രഷർ ഇസ് നത്തിങ് ബട്ട് an equilibrium constant of this particular reaction. ഇത് നിങ്ങൾ മനസ്സിലാക്കണം my dear students. എങ്ങനെയാണ് കണക്ഷൻ പോകുന്നത് കണ്ടോ my dear students? എല്ലാം കണക്റ്റഡ് ആണ്. Got it? Fine. Okay. ഞാൻ വെറുതെ ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. കണക്റ്റഡ് ടു ഇക്വിലിബ്രിയം ചാപ്റ്റർ. നമ്മൾ ഈ നനഞ്ഞ തുണിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ അമ്മമാർ പറയും, അയ്യോ അത് പെട്ടിയിൽ വെക്കല, ബാഗിൽ വെക്കല, അതെടുത്ത് നിവർത്തി പുറത്തിടാൻ പറയും. എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾ പറയും, സാറേ പെട്ടിയിൽ വെച്ചാൽ നല്ല സ്മെല്ല് വരും. സ്മെല്ലിൻ്റെ കാര്യമല്ല, എന്തുകൊണ്ടാണ് പെട്ടിയിൽ വെച്ച ഒരു തുണി നനഞ്ഞു തന്നെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പോകുന്നത്? ഇത് ഇക്വിലിബ്രിയം ചാപ്റ്ററായിട്ട് കണക്റ്റഡ് ആയിട്ടാട്ടോ ഞാൻ പറയുന്നത്. യെസ് ആണോ? വെറുതെ കമൻറ്റ് ചെയ്യാം my dear students. നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കട്ടെ. ഓക്കെ, വളരെ സിമ്പിളാണ്, വെറുതെ ചോദിച്ചതാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് വേപ്പർ പ്രഷറിന്റെ കഥ. ദിസ് ഇസ് ദ കഥ ഓഫ് വേപ്പർ പ്രഷർ. നമുക്കിനി അടുത്തത് റൗൾട്ട്സ് ലോയിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ലോവും വളരെ രസകരവും വളരെ ഈസിയുമാണ് my dear students. ഓക്കെ, റൗൾട്ട്സ് ലോ എല്ലാവരും നോക്കുക. റൗൾട്ട്സ് ലോ ഇസ് ബേസിക്കലി a law defined for a solution. A solution my dear students. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് a liquid in liquid system. അതായത് ഒരു ലിക്വിഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ബിഹേവ് ചെയ്യും, അതിന്റെ വേപ്പർ പ്രഷർ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് റൗൾട്ട്സ് ലോ പറയുന്നത്. എല്ലാവരും നോക്കുക. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, വോളറ്റൈൽ എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ എടുത്തു, ഇപ്പൊ ആൽക്കഹോളും വെള്ളവും എടുത്തു, രണ്ടും വോളറ്റൈൽ ആണ്. ഓക്കെ, the partial vapor pressure of each component of the solution is directly proportional to its mole fraction present in solution. Is directly proportional to its mole fraction present in solution. ഇത് ഇങ്ങനെ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല my dear student. ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഒരു ലിക്വിഡ് എ എടുത്തു my dear students. ഓക്കെ, സൊല്യൂട്ട് എ എന്ന് പറയാം. ഓക്കെ, ലിക്വിഡ് എ എടുത്തു my dear students. This is pure A. ഇത് പ്യോർ എ ആണ് my dear students. പ്യോർ എ എന്ന് പറയുമ്പോൾ
This is the liquid phase, this is the vapor phase. Okay? Basically, this is the vapor A, this is liquid A. Okay? Obviously, my dear students, I know a vapor pressure and pure liquid A എടുക്കുകയാണെങ്കിൽ അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടാവില്ലേ ആ വേപ്പർ പ്രഷറിനെ ഞാൻ P0 A എന്ന് വിളിക്കുന്നു ഓക്കേ at a given temperature T പ്യുർ A എടുക്കുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷറിനെ P0 A എന്ന് വിളിക്കുന്നു ഇനി ഞാൻ പ്യുർ B എടുത്തു മൈ ഡിയർ സ്റ്റുഡന്റ്സ് പ്യുർ B എടുത്തു അതിനും ഒരു ലിക്വിഡ് ഫേസും വേപ്പർ ഫേസും ഉണ്ടാവും അത് തമ്മിൽ ഇക്വിലിബ്രിയം ആവുമ്പോൾ അതിനും ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും മൈ ഡിയർ സ്റ്റുഡന്റ്സ് അതിനെ ഞാൻ P0 B എന്ന് വിളിക്കുന്നു അതിനെ ഞാൻ P0 B എന്ന് വിളിക്കുന്നു ഇനി ഇത് രണ്ടും ഞാൻ വേറൊരു കണ്ടെയ്നറിലേക്ക് ചാമ്പി ഇത് രണ്ടും ഞാൻ വേറൊരു കണ്ടെയ്നറിലേക്ക് ചാമ്പുമ്പോൾ a solution is prepared ഈ സൊല്യൂഷൻ പ്രിപ്പയർ ആവുമ്പോൾ don't you think that ഇതാണ് ലിക്വിഡ് സൊല്യൂഷൻ ഇത് ലിക്വിഡ് സൊല്യൂഷൻ മിക്സ്ചർ don't you think that both of them will vaporize ഇത് രണ്ടും വേപ്പറൈസ് ആവാൻ തുടങ്ങും മൈ ഡിയർ സ്റ്റുഡന്റ്സ് അതായത് എയും ബിയും വോളറ്റൈൽ ആണ് എയും ബിയും വേപ്പറൈസ് ആവാൻ തുടങ്ങും ഈ വേപ്പറിൽ നിങ്ങൾക്ക് എന്റെയും ബിന്റെയും വേപ്പർ ഉണ്ടാവും ഈ വേപ്പർ ഫേസിൽ ഈ വേപ്പർ മിക്സ്ചറിൽ നിങ്ങൾക്ക് എന്റെയും ബിന്റെയും വേപ്പർ മോളിക്യൂൾസ് ഉണ്ടാവും റൗൾട്ട്സ് ലോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ the partial pressure of A അതായത് ഈ വേപ്പർ മിക്സ്ചറിൽ മൈ ഡിയർ സ്റ്റുഡന്റ്സ് we know that this has both A and B അല്ലേ അതൊരു gaseous mixture ആണ് ഇപ്പോൾ ഇതൊരു gaseous mixture ആണ് ആ gaseous mixtureൽ obviously we can define something called as partial pressure of A partial pressure of B Raoult's law says that partial pressure is directly proportional to the mole fraction of A in the liquid phase മറക്കരുത് my dear students it is directly proportional to the mole fraction of A in the liquid phase understand ഈ liquid phaseലുള്ള mole fraction ആണ് പറയുന്നത് okay this is mole fraction of A my dear students mole fraction of A mole fraction of B okay mole fraction of A യും B യും liquid phase partial pressure of B is directly proportional to mole fraction of B in the liquid phase in the solution phase yes or no and if you remove that proportionality sign partial pressure of A is equal to mole fraction of A into vapor pressure of pure A that is Raoult's law okay partial pressure of B is equal to mole fraction of B into vapor pressure of pure B yes or no my dear students സിമ്പിൾ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനൊരു സൊല്യൂട്ട് A എടുത്തു അതിന്റെ വേപ്പർ പ്രഷർ പ്യുർ വേപ്പർ പ്രഷർ 70 ആണെന്ന് വിചാരിക്കുക ഞാൻ B എടുത്തു അതിന്റെ പ്യുർ വേപ്പർ പ്രഷർ 100 ആണെന്ന് വിചാരിക്കുക ഓക്കെ ഞാൻ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് A let us say it is 0.3 മോൾ ഫ്രാക്ഷൻ ഓഫ് B let us say it is equal to 0.7 ഓക്കെ ഒരെണ്ണം 0.3 ആണെങ്കിൽ മറ്റേത് 0.7 ആയിരിക്കും yes or no partial pressure of A എന്തായിരിക്കും my dear students എനിക്ക് എഴുതാം partial pressure of A is mole fraction of A that is 0.3 into 70 0.3 into 70 my dear students partial pressure of B എത്രയായിരിക്കും my dear students 0.7 into 100 ഇത്രേ ഉള്ളൂ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം we are connecting നമ്മൾ ഈ വേപ്പർ പ്രഷർ ഓഫ് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിനെ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ഫേസ് വെച്ചിട്ടാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത് ഓക്കെ we are connecting the partial pressure with the concentration of that component in the solution or the liquid phase adu ningal manasilakanam my dear students okay that is what Raoult's law says yes or no my dear students ini idine thanne namukkonnu venengi bhangipedutham my dear students adayathu nammalipo ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ബേസിക്കലി ഒരു വേപ്പർ മിക്സ്ചർ ആയി മാറി കഴിഞ്ഞു this has both A and B in it ഇതൊരു ലിക്വിഡ് മിക്സ്ചർ ആണ് this has both A and B in it this also has both A and B in it ഈ വേപ്പർ മിക്സ്ചറിൽ my dear students don't you think നമുക്ക് ഇങ്ങനെ ഒരു ടേം ഡിഫൈൻ ചെയ്യാം ടോട്ടൽ പ്രഷർ എന്നുള്ളത് yes or no ടോട്ടൽ പ്രഷർ എന്നുള്ളത് my dear students ഈ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും obviously this total pressure will be equal to sum of partial pressures PA plus PB obviously ഏത് ലോ ആണ് my dear students അത് that is Dalton's law my dear students Dalton's law പറയുന്നത് ഒരു മിക്സ്ചർ വേപ്പർ മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ the total pressure is equal to sum of partial pressures so basically we can write P total is equal to PA plus PB plus എത്ര കമ്പോണൻസ് ഉണ്ടോ അത്രയും അതായത് നമുക്കിപ്പോൾ രണ്ട് കമ്പോണൻസ് ഉള്ളൂ അപ്പോൾ ബേസിക്കലി
basically നമുക്ക് PA plus PB എന്ന് എഴുതാം. ഓക്കെ, രണ്ട് കമ്പോണൻസ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഡാൽട്ടൺസ് ലോ എന്താണ് പറയുന്നത്? ഡാൽട്ടൺസ് എത്ര കമ്പോണൻസ് ഉണ്ടോ total pressure will be equal to sum of the partial pressure of each component. നമുക്കിപ്പോൾ രണ്ട് കമ്പോണന്റേ ഉള്ളൂ. So we can say that the pressure, the total pressure of the solution, PS, the total pressure of the solution, അതായത് ഈ കാണിച്ച PT നെ ഞാൻ PS എന്ന് ഇടുന്നു. Total pressure of the solution, the total pressure, total vapor pressure of the solution, total vapor pressure of the solution, that is pressure exerted by vapor particles of A and vapor particles of B. The total vapor pressure of the solution, my dear students, the total vapor pressure of the solution is equal to sum of partial pressures. PA plus PB. PA എന്താണ്? Chi A into P naught A plus PB എന്താണ്? Chi B into P naught B. Simple. ഇത്രേ ഉള്ളൂ Raoult's law, my dear students. ഇത്ര വലിയ rocket science ഒന്നും അല്ല, my dear students. Yes or no? Fine. ഇനി നമുക്കറിയാം ഈ Chi A and Chi B basically mole fraction ആണ്. So Chi A plus Chi B equal to 1, my dear students. So we can write, instead of Chi A, we can write 1 minus Chi B. അല്ലേ? Instead of Chi A, നമുക്ക് 1 minus Chi B എന്ന് എഴുതാം, my dear students. So total pressure of solution is equal to 1 minus Chi B into P naught A plus Chi B into P naught B. Obviously, sir, അങ്ങനെ എഴുതാൻ പറ്റും, sir. അല്ലേ? ഇനി ഇത് rearrange ചെയ്യാണ്, my dear students. ഇത് rearrange ചെയ്യാണ്, my dear students. ഈ P naught A into 1. P naught A into 1, my dear students. P naught A into 1 minus P naught A into Chi B. അല്ലേ? ഈ ബ്രാക്കറ്റ് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്തു. We will get this equation. നമുക്ക് Chi B യുടെ രണ്ട് ടേംസ് കിട്ടി. ഈ Chi B അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഈ Chi B അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് പറ്റും, my dear students? P naught A plus Chi B into P naught B minus P naught A എന്ന് കിട്ടും. That is the total pressure equation. So total pressure can either be written like this. Total pressure, total vapor pressure of solution. This is nothing but, എല്ലാവരും നോക്കുക, this is nothing but total vapor pressure of solution. That total vapor pressure of solution is equal to sum of partial pressures, my dear students. Sum of partial pressures. A partial pressures എന്താണ്? According to Raoult's law, Chi A into P naught A. B യുടെ എന്താണ്? Chi B into P naught B. അതിനെ തന്നെ നമുക്ക് മാറ്റി ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ ഗ്രാഫ് എന്താണ്? ഗ്രാഫ് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല. എന്താണ് ഈ ഗ്രാഫ് പറയുന്നത്, മൈ ഡിയർ സ്റ്റുഡൻസ്? എങ്ങനെയാണ് ഈ ഗ്രാഫിനെ റീഡ് ചെയ്യാൻ പറ്റുക, മൈ ഡിയർ സ്റ്റുഡൻസ്? വളരെ സിമ്പിൾ ആണ്. ഞാനിത് പ്ലോട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാനിത് പ്ലോട്ട് ചെയ്ത് കാണിക്കാം, മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. എല്ലാവരും നോക്കുക. ഞാനിപ്പോ ഈ ഇക്വേഷന്, ഈ റൗൾട്ട്സ് ലോയിൽ നമ്മൾ പഠിച്ച ഇക്വേഷനെ ഗ്രാഫിക്കൽ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രാഫിക്കൽ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബേസിക്കലി ഇമാജിൻ ഞാൻ വേപ്പർ പ്രഷറിന്റെയും മോൾ ഫ്രാക്ഷന്റെയും ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. വേപ്പർ പ്രഷറിന്റെയും മോൾ ഫ്രാക്ഷന്റെയും ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഈ രണ്ട് y ആക്സിസ് എന്താണ്? ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആണ്. So let us say this point over here is Chi A equal to 1. Chi A equal to 1 ഇടുക. അതായത് Chi B എത്രയായിരിക്കും? ആ പോയിന്റ് 0 ആയിരിക്കും, അല്ലേ? Chi A equal to 1 ആണെങ്കിൽ obviously Chi B will be equal to 0, my dear students. അല്ലേ? Yes or no? ഈ പോയിന്റ് Chi A equal to 0 എന്നിടാം. അപ്പൊ Chi B equal to 1. Yes or no, my dear students? Yes or no, my dear students? Fine. അതായത് മാക്സിമം വാല്യൂ ഓഫ് മോൾ ഫ്രാക്ഷൻ എത്രയാണ്? 1 ആണ്. അതിനപ്പുറം പോകാൻ പറ്റില്ല. അപ്പൊ Chi A equal to 1, Chi B equal to 0. Chi A equal to 0, Chi B equal to 1. ഇനി നമുക്കറിയാം, അക്കോർഡിംഗ് ടു റൗൾട്ട്സ് ലോ നമ്മൾ ഇങ്ങനൊരു ലിക്വിഡ് മിക്സർ എടുക്കുകയാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. എയും ബിയും തമ്മിലുള്ള വേപ്പർ ഫേസിലും എയും ബിയും ഉണ്ടാവും. വേപ്പർ ഫേസിലും എയും ബിയും ഉണ്ടാവും. സോ വി നോ ദാറ്റ് PA is equal to how much? PA will be equal to Chi A into P naught A. അല്ലേ? ഇത് നമുക്ക് ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. Don't you think that this resembles y equal to mx? ഇത് y equal to mx നെ റിസംബിൾ ചെയ്യുന്നു. ശരിയാണല്ലോ സാറേ, ഇത് y equal to mx നെ റിസംബിൾ ചെയ്യുന്നു. So it will be a straight line. അപ്പൊ എങ്ങനെയായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ, മൈ ഡിയർ സ്റ്റുഡൻസ്? വളരെ സിമ്പിൾ ആണ്. Chi A 0 ആയിട്ട് ഇടുക, മൈ ഡിയർ സ്റ്റുഡൻസ്. Chi A 0 ആയിട്ട് ഇടുക എന്ന് വിചാരിക്കാം. ഓക്കെ, Chi A 0 ആയിട്ട് ഇടുക. ഓക്കെ, ഫൈൻ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം. നമ്മൾ എന്തായാലും A വെച്ചല്ലേ തുടങ്ങിയത്. അപ്പോൾ
chi a equal to 0 ഇവിടെ തുടങ്ങാം നമുക്ക്. Okay, chi a equal to 0, അപ്പോൾ chi b equal to 1. Yes or no? ഇവിടെ chi a equal to 1, chi b is equal to 0. Okay. കാര്യം എന്താണ്, നമുക്ക് a വെച്ചാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. chi a equal to 0. chi a equal to 0 ആകുമ്പോൾ എന്താണ്, pa is equal to 0. pa equal to 0. So basically ഇവിടെ y axis understand that y axis has the pressure. So ഇവിടെ വെച്ച് തുടങ്ങി. ഓക്കെ, ഇനി chi a equal to 1 ആണെങ്കിലോ, chi a equal to 1 ആണെങ്കിൽ pa equal to p naught a. pa equal to p naught a. ഈ p naught a പോയിന്റ് ഞാൻ ഇവിടെ വെച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, p naught a പോയിന്റ് ഞാൻ ഇവിടെ വെച്ചു എന്ന് വിചാരിക്കാം. So basically it will be a straight line like this. Yes or no? And this line, my dear students, is nothing but p യുടെ ലൈൻ ആണ്. ഓക്കെ, chi a into p naught a. Yes or no? ഇനി ഇത് തന്നെ ഞാൻ പി ബിയുടെ കാര്യം പറയാണ്. പി ബി ഇസ് ഈക്വൽ ടു chi b into p naught b അല്ലെ. chi b 0 ആയിട്ട് വെക്കാന്ന് വിചാരിക്കുക. chi b 0 ആയിട്ട് വെക്കാന്ന് വിചാരിക്കുക. chi b 0 ആകുമ്പോൾ എന്താ പറ്റുക മൈ ഡിയർ സ്റ്റുഡൻസ്, പി ബി 0 ആവും. സോ ബേസിക്കലി ഇവിടെ chi b equal to 0 എന്ന് വെച്ചാൽ ഈ പോയിന്റ്. സോ പി ബി 0 പോയിന്റ് ഇവിടെയാണ്. ഇനി chi b 1 ആയിട്ട് വെക്കാന്ന് വിചാരിക്കുക. chi b 1 ആവുമ്പോൾ എന്താണ്, പി ബി p naught b ആവും. പി ബി p naught b ആവും മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ബേസിക്കലി പി ബി p naught b ആണെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ് വെക്കാം. ഓക്കെ, ലെറ്റ് us say this point over here is p naught b. Yes or no? ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. Yes or no? അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട സാർ ഇതെന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് സ്ലോപ്പും ഇത് പോസിറ്റീവ് സ്ലോപ്പും. സോ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ആ ആക്സിസ് വരച്ചതിന്റെ അല്ലെങ്കിൽ ആ മെഷർമെന്റ്സ് എടുത്തതിന്റെ രീതിയിലാണ് ഇത് വരുന്നത്. ഇത് chi a equal to 0 and chi a equal to 1. ബേസിക്കലി നമ്മൾ ഈ ഇക്വേഷൻ തന്നെ നമ്മൾ ഇങ്ങനെ കാണുകയാണെന്ന് വിചാരിക്കുക. ഈ ഇക്വേഷൻ തന്നെ ഒരു മിനിറ്റ്, മക്കളെ. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഒരു മിനിറ്റ്, ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെയും എഴുതാലോ. 1 minus chi a into p naught b എന്ന് എഴുതാലോ മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? അപ്പോൾ ഇറ്റ് ബിക്കംസ് p naught b minus chi a into p naught b. So basically this becomes y is equal to c plus mx. ഇവിടെ നമുക്കറിയാം p naught b, ഈ m എന്ന് ഉദ്ദേശിക്കുന്നത് മൈനസ് p naught b ആണ് മൈ ഡിയർ സ്റ്റുഡൻസ് അല്ലേ. യെസ് ഓർ നോ? സോ if you plot this graph, അല്ലെങ്കിൽ if you plot this graph, we are going to get a negative slope. Yes or no? നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അത്രേ ഉള്ളൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഇസ് നത്തിങ് ബട്ട്, ദിസ് ഇസ് നോട്ട് എ റോക്കറ്റ് സയൻസ് ഓർ സംതിങ്. ഇത് ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഓക്കെ, നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി മൈ ഡിയർ സ്റ്റുഡൻസ്. എവറിത്തിങ് എൽസ് വിൽ ബി ക്ലിയർ. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇനി നമുക്ക് എന്താണ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? നമുക്കറിയാം ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? pressure of the solution is equal to എത്രയാണ്? എല്ലാവരും ഇക്വേഷൻ നോക്കുക. p naught a plus chi b into p naught b minus p naught a. p naught a plus chi b into നമ്മളിപ്പോ ഇവിടെ തന്നെ ഡിറൈവ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. വി ക്യാൻ ഡിറൈവ് ഇറ്റ് ഫ്രം ഹിയർ ഇറ്റ്സെൽഫ്. എല്ലാവരും നോക്കുക. chi a into p naught a plus chi b into p naught b മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? ഫൈൻ. ഈ chi a എന്ന് വെച്ചാൽ എന്താണ്? chi a is nothing but 1 minus chi b into p naught a plus chi b into p naught b my dear students. That is equal to p naught a plus chi b into p naught b minus p naught a. Yes or no my dear students? Fine. ഇനി നോക്കുക, PS when chi b equal to 0,
When chi b equal to 0, അതായത് ഈ പോയിന്റിൽ chi b 0 ആണെങ്കിൽ solution pressure എത്രയായിരിക്കും my dear students? Solution pressure will be equal to P naught A. Obviously, that makes sense, right? അതായത് chi b 0 ആയാൽ എന്താണ്? അതിലും A മാത്രമേ ഉള്ളൂ. A മാത്രമേ ഉള്ളൂ. That is pure A. So obviously, this would be the pressure. Yes or no, my dear students? അല്ലേ? അല്ലേ, my dear students? That will be the vapor pressure. ഇനി chi b equal to 1 ആണെങ്കിലോ chi b equal to 1 ആണെങ്കിൽ ആ ബ്രാക്കറ്റ് തുറന്നു പോകും, P naught A cancel ആവും, solution pressure will be equal to P naught B. So that will be equal to this point, chi b equal to 1. So basically this is also a straight line equation. Understand, this is also a straight line equation, my dear students. Yes or no? ഇതും ഒരു straight line equation ആണ്. This is also equal to y is equal to c plus mx എന്ന് പറഞ്ഞ ഒരു straight line equation ആണ്. Y is equal to c plus mx എന്ന് പറഞ്ഞ ഒരു straight line equation ആണ്. Yes or no, my dear students? ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ chi a യുടെ ടേംസിലും എഴുതാട്ടോ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ chi a യുടെ ടേംസിൽ എഴുതാം. അതായത് ഇവിടെ chi a equal to 1 minus chi b എന്ന് എടുത്തു. നേരെ മറിച്ച് chi b equal to 1 minus chi a എന്ന് എടുത്താൽ chi a യുടെ ടേംസിൽ വരും. chi a യുടെ ടേംസിൽ വരും, my dear students. Okay, അതായത് ഇവിടെ നമ്മൾ chi a equal to 1 minus chi b എന്ന് എടുത്തു, അതുകൊണ്ട് ഇങ്ങനെ കിട്ടി. ഇനി ഇതേ ഇക്വേഷൻ chi a യുടെ ടേംസിൽ എഴുതാം, my dear students. chi b equal to 1 minus chi a എന്ന് എഴുതുക. അതെന്ത് വരുന്നുള്ളത് നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യാം, മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തന്നെ, ഇതേ ഗ്രാഫ് തന്നെ വരും, മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ, അതായത് chi dash എയും chi dash ബിയും ആണ് മോൾ ഫ്രാക്ഷൻ. ഈ chi dash എയിൽ, മൈ ഡിയർ സ്റ്റുഡൻസ്, പി എ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇസ് ദിസ് പോയിന്റ്. യെസ് ഓർ നോ? പി ബി എന്താണ്, മൈ ഡിയർ സ്റ്റുഡൻസ്? ദിസ് പോയിന്റ്. ടോട്ടൽ പ്രഷർ എന്താണ്, മൈ ഡിയർ സ്റ്റുഡൻസ്? ദിസ് പോയിന്റ്. സോ ബേസിക്കലി this height plus this height gives you this height. Simple. അത് തന്നെയാണ് നമ്മൾ അവിടെ ഇക്വേഷനിൽ കണ്ടത്. അതായത് ഇങ്ങനെ ഒരു മോൾ ഫ്രാക്ഷൻ എടുത്തു. പാർഷ്യൽ പ്രഷർ ഓഫ് എ എത്രയാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ ഹൈറ്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് ബി എത്രയാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ ഹൈറ്റ്. യെസ് ഓർ നോ? ടോട്ടൽ പ്രഷർ എന്താണ്? ടോട്ടൽ പ്രഷർ സൊല്യൂഷൻ ഈ ഹൈറ്റ്. ദാറ്റ്സ് ഇറ്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് തന്നെയാണ് നമ്മൾ അവിടെ ഗ്രാഫിൽ കണ്ടത്, മൈ ഡിയർ സ്റ്റുഡൻസ്. ദാറ്റ്സ് ഇറ്റ്. ഗോട്ട് ഇറ്റ്? ഫൈൻ. യെസ് ഓർ നോ? ഓക്കെ, അപ്പൊ ഇതാണ് റൗൾട്ട്സ് ലോ. ദിസ് ഈസ് വാട്ട് റൗൾട്ട്സ് ലോ. ഈ റൗൾട്ട്സ് ലോന്റെ വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ റൗൾട്ട്സ് ലോനെയും ഡാൽട്ടൺസ് ലോനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോ ചോദിക്കുകയാണ്, നമുക്കിപ്പോ ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, ഇതിൽ എയും ബിയും ഉണ്ട് എന്ന് വിചാരിക്കുക. ലിക്വിഡ് സ്റ്റേറ്റിൽ, വേപ്പർ സ്റ്റേറ്റിലും എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് us say ലിക്വിഡ് സ്റ്റേറ്റിലെ മോൾ ഫ്രാക്ഷൻസ് ആർ chi a and chi b. വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻസ് ആർ ya and yb. ഓക്കെ, മൈ ഡിയർ സ്റ്റുഡൻസ്, ya യും yb ആണെന്ന് വിചാരിക്കുക. വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ. ലിക്വിഡ് ഫേസിലെ മോൾ ഫ്രാക്ഷൻ is chi a chi b. വേപ്പർ ഫേസിലെ ya yb ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ഡാൽട്ടൺസ് ലോ വെച്ചിട്ട്, ഡാൽട്ടൺസ് ലോ എന്താ പഠിച്ചേക്കണത്? പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ വേപ്പർ, mole fraction of the component in the vapor state into total pressure. This is Dalton's law, my dear students. This is Dalton's law. This is Dalton's law. Pa is equal to Ya into Pt. Pb is equal to Yb into Pt. Adum Dalton's law, my dear students. So basically Pa plus Pb equal to Pt. Idum Dalton's law. Pa endana chi A into P naught A. Adu Raoult's law. Pb endana chi B into P naught B. Adum Raoult's law. So basically ഈ PA എന്ന് പറയുന്നത് YA into PT എന്ന് എഴുതാലോ, മൈ ഡിയർ സ്റ്റുഡൻസ്. സി, നമ്മളിപ്പോ എഴുതിയത് എന്താണ്? chi A into P naught A is equal to PA. അല്ല, chi B into P naught B is equal to PB. Yes or no? This is Raoult's law. Yes or no? ഈ PA നെ ഞാൻ YA PT എന്ന് എഴുതി, PB നെ ഞാൻ YB PT എന്ന് എഴുതി, മൈ ഡിയർ സ്റ്റുഡൻസ്. Yes or no, my dear students? ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കൂടെ? Yes or no? Fine. Yes or no? അപ്പോൾ ഈ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് എത്രയായി? മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് എത്രയായി, മൈ ഡിയർ സ്റ്റുഡൻസ്? YA is equal to chi A P naught A by PT. മോൾ ഫ്രാക്ഷൻ ഓഫ് B എത്രയായി, മൈ ഡിയർ സ്റ്റുഡൻസ്? chi B P naught B divided by PT. അങ്ങനെയും ഒരു ഇക്വേഷൻ കിട്ടും. Got it? Yes or no, my dear students? So question അവർ ചിലപ്പോൾ ചോദിക്കും മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം.
ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഫൈൻ, ഗോട്ട് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. അപ്പോൾ ഇത് മറക്കരുത്. ഇനി വേറൊരെണ്ണം ഇതിനെ വെച്ച് കണക്ട് ചെയ്ത് വേറൊരു തരികിട നമ്മൾ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് കൺസിഡർ സോളിഡ് ലിക്വിഡ് സിസ്റ്റം. സോളിഡ് ലിക്വിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്, ഓക്കെ, ഒരു ലിക്വിഡ് സൊല്യൂഷൻ എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്. ആ ലിക്വിഡ് സൊല്യൂഷനിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ഡസ് നോട്ട് വേപ്പറൈസ്. അതായത് ഈ സോളിഡ്സ് ഇല്ലേ, സോളിഡ്സിലും ആക്ച്വലി വേപ്പറൈസേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾ സാറേ സോളിഡ്സ് എങ്ങനെയാണ് വേപ്പറൈസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല, അത് ഞാൻ പറഞ്ഞുതരാം ഭാവിയിൽ, ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. ബട്ട് അണ്ടർസ്റ്റാൻഡ്, ഇമാജിൻ എ സോളിഡ് ദാറ്റ് ഡസ് നോട്ട് വേപ്പറൈസ് മച്ച്, അല്ലെങ്കിൽ അതിന്റെ വേപ്പറൈസേഷൻ നെഗ്ലിജിബിൾ ആണെന്ന് വെക്കുക. ഒട്ടും വേപ്പറൈസ് ചെയ്യാത്ത ഒരു സോളിഡ്, നെഗ്ലിജിബിൾ, ഓക്കെ, ഒട്ടും വേപ്പറൈസ് ചെയ്യാത്ത എന്ന് പറയാൻ പറ്റില്ല, നെഗ്ലിജിബിൾ വേപ്പറൈസേഷൻ. അങ്ങനെ ഒരു സോളിഡിനെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഈ സോളിഡ് പാർട്ടിക്കിൾസ് മൈ ഡിയർ സ്റ്റുഡൻസ് എല്ലാവരും നോക്കുക, ഈ സോളിഡ് പാർട്ടിക്കിൾസ് അവന്മാര് ഇവിടെ ഉണ്ട്, പക്ഷെ അവന്മാര് വേപ്പറിലേക്ക് പോകുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. So if I say that this is the non-volatile solute, the non-volatile solute B is added my dear students, can I say that vapor pressure of pure B is equal to 0? ആ സൊല്യൂട്ടിന്റെ പ്യുവർ വേപ്പർ പ്രഷർ 0 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഡാൽട്ട ആസ് ഇൻ റൗൾട്ട്സ് ലോ ഇറക്കുകയാണ്. സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു കൈ എ പി നോട്ട് എ പ്ലസ് കൈ ബി പി നോട്ട് ബി 0 ആണ്. എന്തുകൊണ്ടാണ്? വി ആർ ടോക്കിംഗ് അബൌട്ട് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ആ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ വേപ്പർ പ്രഷർ 0 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ പി നോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അതായത് നിങ്ങൾ ആ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വെറുതെ എടുക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് വേപ്പറൈസിംഗ്. പി നോട്ട് ബി 0 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ക്യാൻ ഐ റൈറ്റ് ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു കൈ എ ഇൻടു പി നോട്ട് എ. ഈ കൈ എ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? കൈ എ ഇസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ്. Yes or no? So that is nothing but number of moles of solvent divided by number of moles of solute plus number of moles of solvent. Okay, my dear students? Yes or no? Fine. ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ കുറച്ചും കൂടി ആപ്ലിക്കേഷൻസ് നിങ്ങൾ മനസ്സിലാക്കും മൈ ഡിയർ സ്റ്റുഡൻസ് ലേറ്റർ ഓൺ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൊക്കെ. ഇവിടെ നിങ്ങൾക്ക് വേറൊരു കൺക്ലൂഷൻ പറയാൻ പറ്റും. എന്താണ് കൺക്ലൂഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്? When a non-volatile solute is added, when a non-volatile solute is added, vapor pressure of liquid decreases. എന്തുകൊണ്ടാണ്? ഗായ്സ് എല്ലാവരും നോക്കുക, ഞാനിപ്പോൾ വെള്ളം എടുത്തു, അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതിന്റെ പുതിയ പ്രഷർ എന്താണ്? ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു കൈ എ ഇൻടു പി നോട്ട്. വി നോ ദാറ്റ് കൈ എ ഇസ് ലെസ്സർ ദാൻ 1. ദാറ്റ് ഇസ് മോൾ ഫ്രാക്ഷൻ. കൈ എ ഇസ് ലെസ്സർ ദാൻ 1. സോ ഒബ്വിയസ്ലി പി എസ്, പ്രഷർ ഓഫ് സൊല്യൂഷൻ ഇസ് ലെസ്സർ ദാൻ പി നോട്ട് എ. അതായത് പ്യുവർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിലും ചെറുതായിരിക്കും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ് നോട്ട്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ? അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള കഥകൾ. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നമുക്ക് നേരെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈസി പി ജി ക്വസ്റ്റ്യൻസ് ആണ്, ലെമൺ സ്ക്വീസി ക്വസ്റ്റ്യൻസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. Liquids A and B form an ideal solution in the entire composition range. Entire composition range എന്ന് വെച്ചാൽ കൈ എ ഈക്വൽ ടു 1 തൊട്ട് കൈ എ ഈക്വൽ ടു 0 വരെയും ആ എൻറ്റയർ കോമ്പോസിഷൻ റേഞ്ചിൽ കൈ എ ഈക്വൽ ടു 1 തൊട്ട് കൈ എ ഈക്വൽ ടു 0 വരെയും യെസ് ഓ നോ ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഒബേസ് റൗൾട്ട്സ് ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട് മക്കളെ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഒബേസ് റൗൾട്ട്സ് ലോ. ഓക്കെ, ഒബേസ് റൗൾട്ട്സ് ലോ.
Yes or no? The vapor pressure of pure A and B are 7 into 10 power 3 Pascal and 12 into 10 power 3 Pascal respectively. The composition of the vapor in equilibrium with a solution containing 40 mole percentage of A at this temperature is. The composition of the vapor ആണ് ചോദിച്ചിരിക്കുന്നത്. The composition of the vapor, അതായത് basically നമ്മൾ പറഞ്ഞില്ലേ YA ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് my dear students. What is YA? YA is chi A into P naught A divided by PT. Divided by PT, my dear students. YB എന്താണ് my dear students? YB is equal to chi B into P naught B divided by PT. എങ്ങനെ കിട്ടി സാറേ ഇത്? നമുക്കറിയാം YA എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഇൻ ദ വേപ്പർ സ്റ്റേറ്റ് അല്ലേ? ബേസിക്കലി അവർ ചോദിക്കണത് എന്താണ്? നമുക്ക് ഇങ്ങനൊരു ലിക്വിഡ് ഉണ്ട്, നമുക്ക് എയും ബിയും തമ്മിലൊരു ലിക്വിഡ് ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. എയും ബിയുടെ വേപ്പർ സ്റ്റേറ്റും ഉണ്ട്. അവർ ചോദിക്കുന്നത് വേപ്പർ സ്റ്റേറ്റിലെ മോൾ ഫ്രാക്ഷൻസ് ആണ്, നോട്ട് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിലെ മോൾ ഫ്രാക്ഷൻസ് അവന്മാർ തന്നിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. എത്രയൊക്കെയാണ്? Composition of vapor in equilibrium with a solution containing 40 mole percentage of A. അതായത് chi A is equal to 40%, അതായത് 0.4 ആണ്. Chi B is equal to 0.6 ആണ്. 40 mole percentage എന്ന് വെച്ചാൽ mole fraction will be 0.4 for A, mole fraction will be 0.6 for B. Okay, അതായത് 1 minus 0.4. Okay, so basically ഇവിടത്തെ mole fractions ആണ് 0.4ഉം 0.6ഉം. Got it, my dear students? അപ്പോൾ chi A അറിയാം, chi B അറിയാം. P naught A എന്താണ് my dear students? P naught A എന്താണ് my dear students? P naught A will be what? Vapor pressure of pure A and pure B are. P naught A is 7 into 10 power 3. Okay, P naught B is equal to എത്രയാണ്? P naught B is equal to 12 into 10 power 3. 12 into 10 power 3, my dear students. അതും അറിയാം. അപ്പൊ chi A അറിയാം, P naught A അറിയാം. ഇനി PT എന്താണ്? PT നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. PT is nothing but എല്ലാവരും നോക്കുക. PT is nothing but chi A P naught A plus chi B P naught B. Chi A P naught A plus chi B P naught B. മറക്കരുത് my dear students. Fine, this is Raoult's law. Chi A അറിയാം, P naught A അറിയാം, chi B അറിയാം, P naught B അറിയാം my dear students. ഞാൻ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല my dear students. കാര്യം എല്ലാം പായസം ഉണ്ടാക്കി തരാം, പായസം വായിൽ വെച്ച് തരാൻ പറയരുത്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേഷൻ നോക്കുക, വളരെ സിമ്പിൾ കാൽക്കുലേഷൻ. പി ടി ഇതിൽ നിന്ന് കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്. പി ടി ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. chi A P naught A അറിയാം, y A എന്താന്ന് കിട്ടും, y B എന്താന്ന് കിട്ടും. ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ will be B. Okay, my dear students. Answer to this question will be B. Okay, simple calculation ആണ്, മറക്കരുത്. Next, the vapor pressure of pure benzene at a certain temperature is 640. Okay, a non-volatile, non-electrolyte solid weighing 2.17 gram is added to 39 grams of benzene. അതായത് നമ്മുടെ 39 gram benzene ഉണ്ട് my dear students. C6H6 ഉണ്ട്. എത്ര? 39 grams ഉണ്ട്. ഓക്കെ, അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു, B ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. The vapor pressure of solution is 600. നമുക്കറിയാം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. വേപ്പർ പ്രഷർ ഓഫ് ബെൻസീൻ എത്രയാ? 640. അതിൽ നിന്ന് 600 ആയി മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, വാട്ട് ഇസ് എ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസ്? മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസ്, വെയിറ്റ് ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം number of moles is equal to weight divided by molar mass. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് മോളാർ മാസ് കിട്ടും. കാര്യം വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഇസ് ഈക്വൽ ടു 2.175. ഇവനെ എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് കാര്യം കിട്ടും. അവനെ എവിടെ നിന്ന് ഒപ്പിക്കാൻ നോക്കാം? നമുക്കറിയാം വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് ഇൻടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് P naught A ഇൻടു number of moles divided by n plus n, my dear students. Yes or no? So basically നമുക്ക് നോക്കാം 600 is equal to P naught A എന്താണ്? 640. Guys, ഇതൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ കിട്ടിയത്.
Chi B, P naught B indavilla. P naught B 0 ആയിരിക്കും. കാര്യം എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. ഓക്കെ, യെസ് ഓർ നോ? സോ നമുക്ക് 640 into n divided by n plus n എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് കുറുക്ക് വഴിയിൽ ചെയ്യാനാണെങ്കിൽ നമുക്കിത് കുറുക്ക് വഴിയിൽ ചെയ്യാം. സോ വാട്ട് ഇസ് n plus n divided by n? നമുക്കറിയാം 600 by 640. 600 by 640 is equal to n divided by n plus n. So what is n divided by n plus n divided by n, my dear students? 640 divided by 600. അല്ലേ? 640 divided by 600 എന്ന് വെച്ചാൽ എത്രയാണ്? 16 by 15. So 16 by 15 is equal to n by n. n by n ഇടുക plus n by n. That is 1. അല്ലേ? This can be written as n by n plus 1, my dear students. So what is n by n? n by n is equal to 16 by 15 minus 1. That is 1 by 15. Yes or no? ഇനി n എത്രയാണ്, my dear students? What is the number of moles of benzene, my dear champions? Number of moles of benzene എത്രയാണ് വരുന്നത്? n എത്രയാണ്, my dear students? Given weight of benzene എത്രയാണ്? 39. Divided by molecular mass of benzene. C6H6 ആണ്. That is 78. So that is equal to 1 by 2. Hello? Yes or no? 72, 78. So basically n എത്രയാണ്, my dear students? n will be equal to 1 by 30. അല്ലേ? ഈ 1 by 2, n value is 1 by 2, ആ 1 by 2 അങ്ങോട്ട് എടുത്തു, n is equal to 1 by 30. Now it's very easy, my dear students. ഇത് ഇവിടെ കൊണ്ട് substitute ചെയ്യുക. n is equal to 1 by 30. So basically 1 by 30 will be equal to 2.175 divided by molecular mass. കഴിഞ്ഞു. Yes or no, my dear students? Yes or no, my dear students? ഈ molecular mass കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Molecular mass കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, my dear students. Okay? ആൻസർ വരുന്നത് I think it will come out to be 64 ആണെന്ന് തോന്നുന്നു. Okay? 64 will be the answer. അവിടെ നോക്കിയാൽ തന്നെ ഏതാണ് മനസ്സിലാവും, my dear students. m എടുത്ത് അങ്ങോട്ട് പോവുക, 30 അങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇറ്റ് ബി 64 അടുത്ത് വരും. ഓക്കെ, യെസ് ഓർ നോ? ദിസ് വിൽ ബി ദി ആൻസർ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A non-volatile solute urea NH2CO NH2 needs to be dissolved in 100 grams of water in order to decrease the vapor pressure of water by 25%. What will be the molality of the solution? What will be the molality of the solution, my dear students? What will be the molality of the solution? Think about it. Pause അടിച്ചു നോക്കുക, my dear champions. വളരെ easy question ആണ്. എല്ലാവരും നോക്കുക, my dear students. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടറിനെ നമുക്ക് PH2O എന്ന് എടുക്കാം. Okay, we know that when a non-volatile solute is added, the solution's vapor pressure will be lesser than PH2O. That solution's vapor pressure is given as how much? It is 25%. Decrease the vapor pressure of water by 25%. അതായത് solution's vapor pressure is 0.75 multiplied by PH2O. എന്തുകൊണ്ടാണ്? 25% reduction കഴിഞ്ഞാൽ it is nothing but 75% of this. ഇത്രയും ബാക്കിയുള്ളൂ. This is the actual value of solution pressure. Solution pressure is 0.75 into PH2. But we also know that solution pressure can be written as mole fraction of H2O into partial pressure of H2O. Sorry, vapor pressure of H2O, pure H2O. Yes or no? Yes or no, my dear students? ഇവിടെ P naught എന്ന് ഇടാം, pure എന്ന് കാണിക്കാനായിട്ട്. So basically what is this? This value is equal to 0.75. രണ്ട് equation compare ചെയ്യുക. That value is equal to 0.75, my dear students. Yes or no? So what is mole fraction of urea? Solute inde എന്തായിരിക്കും? 0.25, my dear students. Yes or no? Mole fractions കിട്ടി, mole fractions of solute കിട്ടി, mole fractions of solvent കിട്ടി, my dear students. ഇനി molality എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Molality എങ്ങനെയാണ് കണ്ടുപിടിക്കുക, my dear students? Molality കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു. Molality കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞിരുന്നു. From mole fractions, how would you find the molality? From mole fractions, how will you find the molality, my dear students? Mole fraction of solute into 1000, my dear students, divided by mole fraction of
solvent multiplied by molecular mass of solvent. Yes or no, my dear students? Yes or no, my dear students? Fine. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് my dear students? ഇവിടെ എന്താണ് വരുന്നത് my dear students? chi2 എന്നത് എന്താണ്? chi2 എന്നത് എന്താണ് my dear students? 0.25. So 0.25 into 1000 divided by chi1 എന്താണ്? 0.75 into 18. Got it, my dear students? Yes or no? So this will be close to, ഇതിൻ്റെ ആൻസർ വരുന്നത് വിൽ ബി ക്ലോസ് ടു എത്രയാണ്? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദി ആൻസർ വിൽ ബി ക്ലോസ് ടു 7 divided by 18 divided by 3. Yes, 18.51. 18.51 ആയിരിക്കും ആൻസർ. ഓക്കെ, ബേസിക്കലി സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 0.25 divided by 0.75 is 1/3 into 1000 by 18. Okay, 1000 by 18 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 55 ഇതിൽ വരും. 55 divided by 3, 18.5. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ പായസം ഉണ്ടാക്കൽ ഇവിടെ കഴിഞ്ഞു മൈ ഡിയർ ചാമ്പ്യൻസ്. ഇന്നത്തെ തിയറീസും കഴിഞ്ഞു. വളരെ രസകരമായിട്ടുള്ള തിയറീസ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മൾ കുറേ കണക്ഷൻസ് നടത്തിയിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇക്വിലിബ്രിയം വെച്ചിട്ട് വരെയും ചില കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ ഇന്നർ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോകാൻ പഠിക്കണം. ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രൈ ടു കണക്ട് ദ ചാപ്റ്റർ വിത്ത് ദി അതർ ചാപ്റ്റേഴ്സ് ദാറ്റ് യു ഹാവ് ലേൺഡ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊക്കെ കണക്റ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് സയൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈപൊക്കിയിട്ട് കാര്യമില്ല, കമന്റ് ബോക്സിൽ അടിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ ഡെഫിനറ്റ്ലി റിപ്ലൈ. ഗോട്ട് ഇറ്റ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു ചോദ്യമൊക്കെ ചോദിച്ചില്ലേ, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ നോക്കുക. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. കുറച്ചും കൂടി എളുപ്പമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ടോപ്പിക്സ് വളരെ എളുപ്പമാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ദിസ് ഇസ് ദ link to that. So please do join the Telegram channel. പുതിയ അപ്ഡേറ്റ്സ്, ക്വിസസ് എല്ലാം ടെലിഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രാക്റ്റീവ് ചാനൽ. നിങ്ങൾ വന്ന് കൂടുതൽ ഓളം ഉണ്ടാക്കാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഹാപ്പി ദിവാലി. പറഞ്ഞ പോലെ സെലിബ്രേറ്റ് റെസ്പോൺസിബിളി. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. ലവ് യു ഗൈസ് a lot. Bye bye.